ഇന്ന് കാലത്തെ തന്നെ ഞാൻ എണീറ്റില്ല കേട്ടോ. ഞാനൊരു 7:30 ആയപ്പോഴാണ് എണീറ്റത്. എണീക്കാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു കാലത്തെ തന്നെ. പിന്നെ അങ്ങോട്ട് രണ്ടും കൽപ്പിച്ച് എണീറ്റു. അപ്പോഴേക്കും അമ്മ വിളി തുടങ്ങിയായിരുന്നു കേട്ടോ. എണീറ്റ് ഞാൻ പോയി പല്ല് തേച്ചു. പല്ല് തേച്ചൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ആ കാലത്തെ തന്നെ ചെയ്യുന്നതാണ്. ഛർദിയുടെയും ഗ്യാസിൻ്റെയും ഗുളിക കഴിക്കും. പിന്നെ എൻ്റെ മുടി ഒന്ന് അഴിച്ചിട്ട് ഞാൻ കെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വിചാരിച്ചു കുറച്ച് നേരം അങ്ങനെ കിടക്കട്ടെ. പിന്നെ എനിക്ക് വീട്ടിലിരിക്കുമ്പോഴായാലും പൊട്ട് വേണം കേട്ടോ. 2-3 ദിവസം കുത്തി കഴിഞ്ഞാണ് പൊട്ട് പോവാറുള്ളത്. പക്ഷേ ഈ പൊട്ടിന് ഇച്ചിരി പശ കുറവായതുകൊണ്ട് ഈ പൊട്ട് കുത്തി കഴിഞ്ഞാൽ നമ്മൾ മുഖം ഒന്ന് കഴുകി തന്നെ തുടച്ച് കഴിയുമ്പോഴേക്കും ആ പൊട്ടിൻ്റെ പശ പോകും കേട്ടോ. ഇതിന് അത്രയും ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത പൊട്ടാണ്. എനിക്ക് പൊട്ട് നെറ്റത്തില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. ബാക്കി എനിക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ കാലത്ത് തന്നെ കരിക്കും വെള്ളവും കരിക്കും ആട്ടോ കഴിച്ചത്. കരിക്ക് മേടിച്ചിട്ട് വരുമ്പോൾ കാലത്ത് കഴിക്കും കേട്ടോ. ഗുളിക കഴിച്ചതിന് ശേഷം ഇച്ചിരി കരിക്കും വെള്ളം. പിന്നെ ആ കരിക്കിൻ്റെ ഇത് ഇച്ചിരി നല്ല എന്താ പറയുക, സോഫ്റ്റായിട്ടുള്ള കരിക്കാണെങ്കിൽ മാത്രം ഞാൻ ചിലപ്പോൾ അത് ഫുൾ കഴിക്കും. അല്ലെങ്കിൽ ഇച്ചിരി ഒരു ഹാർഡായിട്ടുള്ള തേങ്ങയിലേക്ക് പോകുന്ന ഒരു പരുവം വരുമല്ലോ, അതാണെങ്കിൽ ഞാൻ കഴിക്കത്തില്ല കേട്ടോ. പക്ഷേ ഇത് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വെള്ളത്തിനധികം മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ ഒരുപാട് മധുരം വേണ്ടല്ലോ, ഷുഗറാണ്. ഇത് ഷുഗറൊക്കെ വരുന്നൊരു സംഭവമൊക്കെയാണ്. എന്നാലും പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു അകത്തേക്ക് ചെല്ലണമല്ലോ എന്ന് ഓർത്തിട്ട് അതുകൊണ്ട് ഞാൻ കഴിക്കും. പിന്നെ മൊത്തത്തിലൊന്നും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഷുഗറാന്ന് പറഞ്ഞു. അങ്ങനെ കരിക്കും വെള്ളം എനിക്ക് തന്ന കരിക്കും ഞാൻ ഫുൾ കഴിച്ച് തീർത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാലത്തെ തന്നെ ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്, ഞാൻ കുറച്ച് വിത്ത് പാവിട്ടുണ്ട്, അതിന് ചെയ്ത് നോക്കുക, അതിൻ്റെ വീഡിയോ എടുക്കുക, അതൊക്കെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാലത്ത് തന്നെ ഫുഡ് ഗോതമ്പിൻ്റെ ദോശയും പീസ് കറി. ഞാൻ ചിന്തിച്ചു രാവിലെ കുളിച്ചില്ലാലോ എന്ന്. പിന്നെ ഞാൻ വിചാരിക്കും വൈകുന്നേരം കുളിക്കുക, ചൂടല്ലേ. എനിക്ക് കുളിച്ചിട്ട് കിടന്നുറങ്ങാനാട്ടോ ഇഷ്ടം. കുളിക്കാതെ വൈകുന്നേരം കിടക്കുന്നതും ഇഷ്ടമല്ല. 2 നേരം കുളിക്കണം, അത് വേറെ കേസ്. പിന്നെ എനിക്ക് വെള്ളം തയ്ച്ചപ്പോൾ ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉപ്പിട്ടിട്ടാണ് ഞാൻ കുടിക്കാറുള്ള, പഞ്ചസാര ഉപയോഗിക്കാറില്ല ഷുഗർ ആയതുകൊണ്ട്. ഉപ്പായാലും കുറച്ചാട്ടോ ഉപയോഗിക്കുന്നുള്ളൂ, കാരണം ഇനി പ്രഷറും കൂടണ്ടാലോ എന്ന് വിചാരിച്ച്. ഒന്നാമത്തെ ഒന്ന് കൂടുതലാണ്, അപ്പം ഇനി വേറെയും കൂട്ടിക്കണ്ടാലോ എന്ന് വിചാരിച്ച് അതും കുറച്ചാട്ടോ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ആ നാരങ്ങ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വിശന്നു. ഇപ്പോൾ വിശപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു എനിക്ക് ഓറഞ്ച് കഴുകിയിട്ട് കഴിക്കുന്നത് കേട്ടോ ഇഷ്ടം. എന്നിട്ട് പിന്നെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കുറച്ച് കഴിച്ചു. പിന്നെ പണ്ട് കുട്ടിയായിരുന്നപ്പോഴും ഇപ്പോഴായാലും ഇടയ്ക്ക് സമയമൊക്കെ കിട്ടുമ്പോൾ ഒരല്ലി ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ മുകളിലത്തുള്ള സ്കിന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് ആ ഓറഞ്ചിൻ്റെ അല്ലികൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ സ്കിന്നും ഇത് മാത്രമായിട്ട് കഴിക്കുമ്പോൾ രണ്ടും കഴിക്കുന്നതും ഇത് തന്നെ കഴിക്കുന്നതും തമ്മിൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും.